ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിലെ ബോർ ഓർബിറ്റിൻ്റെ ആ ഒരു എന്താ പറയുക റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് തന്നേക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ഫോർമുല എഴുതുക. നമുക്കറിയാം 52.9 × n² ആണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എത്രാമത്തെ ഓർബിറ്റാണ് എന്താ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, പക്ഷേ ഹൈഡ്രജൻ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ആകെ ഒരു ഷെല്ലല്ലേ ഉള്ളൂ. അതുകൊണ്ട് n എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മളങ്ങോട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 52.9 × 1² എന്ന് പറയുമ്പോൾ ഉത്തരം എന്ത് തന്നെ വരും? 52.9 എന്ന് തന്നെ വരും. ഇത്രേ ഉള്ളൂ സംഭവം. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അത്രേ ഉള്ളൂ. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് എനി 2 ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലെ ബോർ മോഡലിൻ്റെ എന്തെങ്കിലും 2 ലിമിറ്റേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവമാണ്. ബോർ മോഡലിൻ്റെ എന്താ പറയുക അതിൻ്റെ പോസ്റ്റുലേറ്റ്സും ചോദിക്കാറുണ്ട്, ലിമിറ്റേഷൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചെണ്ണം നമ്മൾ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നുമില്ല, നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇതിനൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? മെയിനായിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം, അതായത് നമ്മൾ റെഡ്ബർഗ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമല്ലോ. ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബോറിൻ്റെ എന്താ പറയുക ആറ്റം മോഡലിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതണം എന്താ പറയുക ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എന്ന് എഴുതണം. മൊത്തത്തിൽ ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹയർ എലമെൻറ്റുകളിലേക്ക്, അതായത് കൂടുതൽ ആറ്റോമിക് നമ്പർ ഉള്ളതിലേക്ക് പോകുമ്പോഴത്തേക്കിനും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാമായിരുന്നു. ഇത് ഹൈഡ്രജൻ ആറ്റം എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു കാര്യം എഴുതണം. അതേപോലെ തന്നെ നമുക്ക് വേറെ എന്ത് എഴുതാൻ പറ്റും? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളിലെ ഐസോടോപ്പുകൾ വന്നപ്പോഴത്തേക്കിനും അത് കൃത്യമായിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട്, അതായത് ബോറിന് അത് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതൊരു ലിമിറ്റേഷനാണ്. ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് 2 നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഈസി ആയിട്ടുള്ള സംഭവമാണ്. എന്താണെന്ന് കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ലിമിറ്റേഷൻസും അതേപോലെ തന്നെ ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സും പഠിച്ചു വെച്ചേക്കുക. സ്ഥിരം ഐറ്റമാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി? വിച്ച് എമംഗ് ഓക്സിജൻ ആൻഡ് സൾഫർ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി ഗീവ് റീസൺ. അപ്പോൾ നോക്കിയേ, എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്തു പോവുക. സംഭവം ഒന്നുമില്ല. അപ്പോൾ എന്താണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാഷ്യസ് ആറ്റം ഉണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും എത്ര എനർജി നമുക്ക് വേണ്ടി വരുമോ അതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് നമുക്കൊരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി. നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്തത് എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഓക്സിജനും സൾഫറും തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്കായിരിക്കും മോർ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓക്സിജൻ എന്ന് പറയുന്ന ആൾ കുറച്ചും കൂടെ സ്മോളറാണ് സൾഫറിനെ അപേക്ഷിച്ച് അല്ലേ. അപ്പോൾ ഓക്സിജന് ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു ഇലക്ട്രോൺ നമ്മൾ വന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്മോളർ സൈസാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ടു ഇലക്ട്രോൺ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഓക്സിജനെ കാട്ടി നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി കാണിക്കുന്ന ആരായിരിക്കും? സൾഫർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ കാരണമടക്കം എഴുതി പോവുക. അതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ലിവിസ് സ്ട്രക്ചർ ഓഫ് O3 ആൻഡ് അസൈൻ ഫോർമൽ ചേഞ്ചസ് ഓൺ ഈച്ച് ആറ്റം എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഫോർമൽ ചാർജസ് ഓൺ ഈച്ച് ആറ്റം എന്നാണ് തന്നിരിക്കുന്നത്. ആദ്യം ലിവിസ് സ്ട്രക്ചർ ഓഫ് ഓസോൺ O3യുടെ എന്ന് നമ്മൾ വരയ്ക്കണം. അപ്പോൾ O3 എന്ന് പറയുമ്പോഴത്തേക്ക് ഓസോൺ 3 എണ്ണം ഉണ്ട് അല്ലേ. 3 എണ്ണം നമ്മളിങ്ങനെ വരച്ചു. ഒരു ഭാഗത്ത് ഡബിൾ ബോണ്ട് കൊടുത്തു, ഒരു ഭാഗത്ത് സിംഗിൾ ബോണ്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ 2 എണ്ണം എഴുതുക, ഇവിടത്തേക്കിന് 4 എണ്ണം കൊടുത്തു, ഈ ഭാഗത്തേക്ക് 6 എണ്ണം കൊടുത്തു അല്ലേ. ഇതാണ് നമ്മുടെ ഓസോൺ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ലിവിസ് സ്ട്രക്ചർ എഴുതണം അല്ലേ. അപ്പോഴത്തേക്ക് എന്താവും? ഇതേപോലെ തന്നെ നമ്മൾ 3 ഓസോൺ കൊടുത്തു. അപ്പോൾ ഇവിടെ അല്ലേ നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്താൽ ഈ സൈഡിലേക്ക് ഡബിൾ ബോണ്ട് കൊടുക്കുക. അതേപോലെ ഈ സിംഗിൾ ബോണ്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ 6 ഇലക്ട്രോൺ കൊടുത്തു. പിന്നെന്താ, ഇവിടെ 2 എണ്ണം, പിന്നെ ഈ ഭാഗത്തേക്ക് 4 എണ്ണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ലിവിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫോർമൽ ചാർജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫോർമൽ ചാർജ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ എക്സ്ട്രാ ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് ഇവിടെ നെഗറ്റീവായി, ഇവിടെ എന്തായി? അപ്പോൾ പോസിറ്റീവായി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, പോസിറ്റീവ് വന്നു. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് ഫോർമൽ ചാർജ് അടക്കം ജസ്റ്റ് ലിവിസ് സ്ട്രക്ചർ വരച്ചു പോവുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? റൈറ്റ് ദ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് N2, കാൽക്കുലേറ്റ് ബോണ്ട് ഓർഡർ ആൻഡ് ഓൾസോ പ്രഡിക്റ്റ് മാഗ്നറ്റിക് ബിഹേവിയർ. അപ്പോൾ നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബോണ്ട് ഓർഡറും അതുപോലെ മാഗ്നറ്റിക് ബിഹേവിയറും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? നൈട്രജൻ ആണ്, 7 ആറ്റോമിക് നമ്പർ. ഇവിടെ N2 നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്തെഴുതി? 14 എന്ന് നമുക്ക് എഴുതി. നമുക്ക് എഴുതി പോകാം. സിഗ്മ 1s2, പിന്നെ സിഗ്മ സ്റ്റാർ 1s2, പിന്നെ എന്തെഴുതി? സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായി? മൊത്തം 8 14 നമുക്ക് എഴുതണം. ഇനി എന്തായി? അടുത്തത് പി ഓർബിറ്റലിലേക്ക് നമ്മൾ കടക്കുകയാണ്. px എഴുതണം. അപ്പോൾ പൈ px2, പിന്നെ പൈ py2, പിന്നെ എന്തുണ്ട്? പിന്നെ px ആണുള്ളത്, അല്ല pz ആണുള്ളത്. pz എന്ന് പറയുമ്പോൾ വീണ്ടും സിഗ്മയായി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 14 വന്നില്ലേ? 14 വന്നു അല്ലേ? മൊത്തം 14 വന്നിട്ടുണ്ട്. ഇപ്പം നൈട്രജൻ N2 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോണുകൾ ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മളോട് ഇപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ബോണ്ട് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ഓർഡർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ബോണ്ട് ഓർഡർ നമ്മൾ കണ്ടുപിടിക്കും ½ ഇൻറ്റു എന്താ, നമ്മുടെ മൊത്തത്തിൽ സിഗ്മ സ്റ്റാറുകളുടെ എണ്ണം നമ്മൾ എടുക്കുക, അതിൽ നിന്ന് സിഗ്മയുടെ അത് മൈനസ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ നമ്മൾ കണക്കാക്കും? ഇവിടെ 10 മൊത്തത്തിൽ വരുന്നുണ്ട് അല്ലേ. 10 മൈനസ് 4 മൊത്തത്തിൽ 6 വരും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്കാക്കുക. ഇതിപ്പോൾ 2 വന്നു, അതേപോലെ ഇവിടെ 2 വന്നു, 4 ആയി. സോറി, ഇത് 2 വന്നു, 4 ആയി. പിന്നെ ഇത് 2, 9, 10 അല്ലേ. മൊത്തം 10 ഉണ്ട് സിഗ്മയുടേത്. പിന്നെ മറ്റേതപ്പോൾ എത്ര വരും? 2 2 4 വന്നു. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് 6 എന്ന് നമുക്ക് ഉത്തരം വരും. ബോണ്ട് ഓർഡർ നമുക്ക് കിട്ടി 6 എന്ന് കിട്ടി. ഇത് ഹാഫ് എടുക്കണം കേട്ടോ. അപ്പോൾ ഹാഫ് എടുക്കുമ്പോഴത്തേക്കിന് ½ ഓഫ് 6 എന്ന് പറയുമ്പോഴത്തേക്കിന് 3 എന്ന് വന്നു ബോണ്ട് ഓർഡർ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ബിഹേവിയർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, എല്ലാം പെയർഡ് അല്ലേ. ഇവിടെ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോണുകളൊന്നും ഇല്ല, ആൾക്കാരൊക്കെ പെയർഡാണ്. അതുകൊണ്ട് ഇവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇത്രേ ഉള്ളൂ സംഭവം, ഈസിയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളോട് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിഗ്മയും സിഗ്മ സ്റ്റാറും വെച്ചിട്ട് മൊത്തത്തിൽ ഇവിടെ N2 ആയതുകൊണ്ട് 14 കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനി ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക, ഹാഫ് ഇടുക, എന്നിട്ട് NV - NA. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സിഗ്മയുടെ നമ്പർ എടുത്തു, സിഗ്മ സ്റ്റാറിൻ്റെ എടുത്തു, അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ ഹാഫ് എടുക്കുക, 3 എന്ന് കിട്ടി ബോണ്ട് ഓർഡർ. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെന്താ ഇത്? ഡയാമാഗ്നറ്റിക് ആണോ? കാരണം പെയർഡൊന്നുമില്ല, പെയർഡാണ് എല്ലാതും, ലോൺ പെയർ ഒന്നുമില്ല. അപ്പോൾ അതെന്തായി? ഡയാമാഗ്നറ്റിക് ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്? ആ ലോ എന്ന് പറയുന്നത് എന്താ പറയുക? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അതായത് ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അതിനകത്ത് എക്സ്ട്രാ എനർജി ആഡ് ചെയ്യുകയോ എക്സ്ട്രാ എനർജി പുറത്തേക്ക് പോകുകയൊന്നും ചെയ്യില്ല. മൊത്തത്തിൽ എന്താ പറയുക, എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയി. ഓക്കെ, അടുത്തത് എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ യുവിൻ്റെ ചേഞ്ച് ഇൻ എനർജി ഓഫ് സിസ്റ്റം വെൻ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്സ്. ഇവിടെ ഹീറ്റ് പുറത്തുനിന്നൊന്നും എടുത്തിട്ടില്ല, സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടേ ഇല്ല. ബട്ട് വർക്ക് W is done on the system. What type of wall does the system have? ഓക്കെ, ഇവിടെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്, സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് വാളാണ് ഇതിനുള്ളത്? ക്ലോസ്ഡ് ആണോ, ഓപ്പൺ ആണോ, അഡിയമാറ്റിക് ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡെൽറ്റ യു ചേഞ്ച് ഇൻ എനർജി ഈക്വൽ ടു എന്താ? Q + W ആണ്, ഹീറ്റ് പ്ലസ് വർക്കാണ്. ഇവിടെ ഹീറ്റ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ Q എന്നുള്ള ഫാക്ടർ അങ്ങോട്ട് 0 ആയിട്ട് പോയി. ഓക്കെ, ഇവിടെ ഡെൽറ്റ യു ഈക്വൽ ടു W എന്ന് വരും. അപ്പോൾ ഇവിടെ ഇത്രയൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഹീറ്റ് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? എന്താണ്?
ഒരു അഡിയബാറ്റിക് സിസ്റ്റമാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയതുകൊണ്ട് എന്തായിട്ട് മാറും, ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വാൾ എന്ന് പറയുന്നത് എന്താണ്, അഡിയബാറ്റിക് വാളാണ്. ഓക്കെ, അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത് എഴുതേണ്ടി വരും ഈ ഒരു ഫോർമുല, എന്നാലേ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അഡിയബാറ്റിക് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇത് നമുക്ക് കുഴപ്പമില്ല, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 1 മാർക്കിന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് അഡിയബാറ്റിക് വാളാണ്, അതിൻ്റെ കാരണം ഇന്നതാണ് എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലം നമുക്ക് ചെയ്തു കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ CH3OH പ്ലസ് 3/2O2 ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. 726 കിലോ ജൂൾ വരുന്നുണ്ട്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു, ഇത് ഇക്വേഷൻ 3 ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ CO2 + 2H2 എന്നുള്ള രീതിയിൽ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ -726 എന്നുള്ളത് എന്തായിട്ട് മാറും, +726 ആയിരിക്കും. അതായത് ഈ ഇക്വേഷൻ, ഈ ഒരു റിയാക്ഷൻ നേരെ റിവേഴ്സ് നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഈ ഒരു എൻതാൽപ്പി എന്ന് പറയുന്നത് നേരെ പോസിറ്റീവ് ആവില്ലേ, ഒരു ഓപ്പോസിറ്റ് ആവില്ലേ. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് നമുക്ക് മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ ഇവിടെ ഈ ഹാഫ് ഉണ്ട് അല്ലേ, ഈ ഹാഫ് ഉള്ളത് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, ഇവരെ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ആഡ് ആകുമ്പോഴത്തേക്കിനും എത്ര വരും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ആഡ് ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇരട്ടി വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 520 സംതിങ് വരും അല്ലേ, 500 സംതിങ് ആയിട്ട് കിലോ ജൂൾ വരും. അത് അപ്പോഴത്തേക്കിനും ഇക്വേഷൻ നമ്പർ 4 എന്ന് നമ്മൾ ആ ഇക്വേഷന് പേര് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ നമ്പർ 2 അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നമ്പർ 4 അതേപോലെ ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവ് 726 എന്ന് വാല്യൂ കിട്ടും അല്ലേ, അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമേഷൻ്റെ വാല്യൂ അതേപോലെ ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ പോസിറ്റീവ് 726 എന്ന് നമുക്ക് വരും. അതേപോലെ തന്നെ ഇവരെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ 2 ഇക്വേഷനും കൂടെ ഒന്നിച്ച് മൾട്ടിപ്ലൈ, ഇക്വേഷൻ നമ്പർ 2 × ഇക്വേഷൻ നമ്പർ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവർ രണ്ടുപേരും കൂടെ ഉള്ള മൊത്തത്തിലുള്ള എൻതാൽപ്പിയുടെ ആ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഉത്തരം ചെയ്തു പോകുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. എത്രയുണ്ട്, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മളതിൻ്റെ വാല്യൂസ് മാത്രം എഴുതിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടും. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്കവിടെ ആവശ്യമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിഫൈൻ എൻട്രോപ്പിയും അതേപോലെ തന്നെ ഫ്രീ എനർജിയും അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മൾ പഠിപ്പിച്ചുള്ള ക്വസ്റ്റ്യൻ, എന്താണ് എൻട്രോപ്പി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അതേസമയം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനത്തിനകത്തുള്ള കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ലാത്ത പ്രോപ്പർട്ടികളാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു പാത്രത്തിൽ ഒരു ചൂടുവെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഒരു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിൽ 1/2 ലിറ്റർ എടുത്ത് മാറ്റിയത് കൊണ്ട് അതിൽ ചൂട് കുറയില്ല, അതേ ടെമ്പറേച്ചർ ആയിരിക്കും അത് കാണിക്കുക. അതായത് കോൺസെൻട്രേഷനായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികളാണ്. ഡെൻസിറ്റി ഒക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികളാണ്. ഓക്കെ, അങ്ങനെ അല്ലാത്തവരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇവിടെ നമ്മളോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എൻട്രോപ്പി എന്താണ്, ഫ്രീ എനർജി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻട്രോപ്പി എന്ന് പറയുമ്പോഴത്തേക്കിന് അതെന്താണ്, ഫ്രീ എനർജി, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ഡിഗ്രി ഓഫ് ഡിസോർഡർ എന്താണ് എന്നുള്ളത്. ഇനി ഫ്രീ എനർജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. എൻട്രോപ്പി, എൻതാൽപ്പി, ഫ്രീ എനർജി, ഡെൽറ്റ ജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഫ്രീ എനർജി എന്ന് പറയുന്നത്, ഡെൽറ്റ ജി ആണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഈക്വൽ ടു T ഡെൽറ്റ എസ് അല്ലേ, T ഡെൽറ്റ എസ്. അപ്പോൾ അതായത് H - T ഡെൽറ്റ എസ് എഴുതാം. നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി ഈക്വൽ ടു H - T ഡെൽറ്റ എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രീ എനർജി എന്ന് പറയുന്നത്. ജസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് എന്ന് മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക. ഇനി എന്താ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഈക്വൽ ടു എന്തായാലും സ്പോണ്ടേനിയസ് അല്ല. ഈ കൂട്ടത്തിൽ നമ്മൾ ഇതൊന്നും നോക്കണ്ട, ഈസി ആയിട്ട് നമുക്കൊരു കാര്യം അറിയാം. ഡെൽറ്റ ജി <0 ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇവിടെ ഡെൽറ്റ ജി <0 ആയിട്ട് നമ്മുടെ തന്നേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഡെൽറ്റ എസ് > 0 തന്നെയാണ്. ഡിഗ്രി ഓഫ് ഡിസോർഡർ വേണം.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്ന ലെസ് ദാൻ 0 ആണെങ്കിലേ ഒരു റിയാക്ഷൻ, ഒരു സിസ്റ്റം സ്പോണ്ടേനിയസ് ആവുകയുള്ളൂ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നെ അങ്ങനെയാണ് അല്ലേ. ഇതിനകത്ത് വാല്യൂ കൊടുത്തിട്ട് ലാസ്റ്റ് ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ ഒരു ഇക്വേഷൻ സ്പോണ്ടേനിയസ് ആണ്, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്കൊന്നുമില്ല, നമുക്ക് എന്താ പറയുക എഴുതാൻ പറ്റും, നമുക്ക് കാര്യം അറിയെങ്കിൽ ജസ്റ്റ് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. എന്താണ് കെ പിയും കെ സിയും നമുക്ക് അറിയുകയാണെങ്കിൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അറിയുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ഭാഗത്തേക്കായിരിക്കും റിയാക്ഷൻ നടക്കുക എന്ന് പറയാൻ പറ്റും. പിന്നെന്താ, പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെയോ ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ മറ്റേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും, എത്ര മാത്രം റിയാക്ഷൻ നടക്കും, എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ എത്ര വരെ ഉണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്താണ്? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ഹോൾ റേസ് ടു ഡെൽറ്റ എൻ. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാർക്കേ ഉള്ളൂ, അപ്പോൾ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം എഴുതി കൊടുക്കുക. നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഡെറിവേഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ എന്താ എഴുതുക? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ഹോൾ റേസ് ടു ഡെൽറ്റ എൻ എന്നുള്ള ആ ഒരു റിലേഷൻ മാത്രം എഴുതി കൊടുക്കുക. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ബഫർ സൊല്യൂഷൻ? എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ബഫർ സൊല്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എന്താണ് ബഫർ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസിഡിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൽക്കലിക് സംഭവം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആസിഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ചിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരുത്താത്ത ആൾക്കാരാണ് ബഫർ സൊല്യൂഷൻസ്. അതായത് ഒരു ബഫർ സൊല്യൂഷനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആസിഡ് ആഡ് ചെയ്താൽ പോലും അതിൻ്റെ പി എച്ചിന് വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല. അങ്ങനെയുള്ള അതിൻ്റെ പി എച്ച് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂമൻ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ. അപ്പോൾ എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബ്ലഡിനകത്ത് വലിയ രീതിയിലുള്ള ആസിഡും കാര്യങ്ങളൊക്കെ കലർന്നു കഴിഞ്ഞാലും എന്തുണ്ടാവില്ല, വലിയൊരു പി എച്ച് ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ പ്രശ്നം വരും അല്ലേ. അത്തരത്തിൽ നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്ന സംഭവം എന്തുണ്ട്? നമ്മുടെ NH4Cl പിന്നെ NH4OH ഇവർ രണ്ടാളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? ഒരു ബഫർ സൊല്യൂഷനായിട്ട് പെരുമാറും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ബഫർ സൊല്യൂഷൻ്റെ എക്സാമ്പിളും കൂടെ വെച്ചിട്ട് എന്താണ് ബഫർ സൊല്യൂഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുക്കുക എന്താണ്? ദ സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ദയർ പി എച്ച് വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്സ്. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ദേ ആർ ബഫർ സൊല്യൂഷൻസ്. ഓക്കെ, എക്സാമ്പിളും കൂടെ കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് മൊത്തത്തിൽ 4 മാർക്കാണ്. ഇത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് മൊളാലിറ്റി തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഒന്നിൽ കൂടുതൽ പോയിന്റ് എഴുതണം. ജസ്റ്റ് എന്താണ് മൊളാലിറ്റി എന്ന് മാത്രം പോരാ, എന്തെങ്കിലും 1-2 പോയിന്റും കൂടെ കൊടുക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് മൊളാലിറ്റി ആദ്യം നമുക്ക് പറയാം. അപ്പോൾ മൊളാരിറ്റിയും പിന്നെന്താ മൊളാലിറ്റിയും അല്ലേ. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി മൊളാലിറ്റി എന്ന് പറയുന്നതും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്. പക്ഷേ എന്തിൽ? 1 kg ഓഫ് സൊല്യൂഷൻ ആണോ? അല്ല, സോൾവെൻറ്റ്. ഇത്രയും നമ്മൾ എഴുതി. ഒരു പോയിൻ്റായി. ഒരു പോയിൻ്റ് കൂടെ നമുക്ക് കൊടുക്കണം, കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ എന്താ എഴുതാം? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക യൂണിറ്റ് എഴുതി കൊടുക്കാം. മൊളാറാണ് ഇത്, മൊളാലാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ kg കിലോ നമ്പർ ഓഫ് മോൾസിലെ മോൾ L റേസ് ടു -1 എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ മോൾ kg ആണ് അല്ലേ. അപ്പോൾ kg റേസ് ടു -1 എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു യൂണിറ്റ് കൊടുക്കാം. പിന്നെന്ത് കൊടുക്കാം? ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, അത് കൊടുക്കാം. നല്ല പോയിൻ്റാണ് അല്ലേ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, കാരണം ഇവിടെ സൊല്യൂഷൻ്റെ ലിറ്റർ വന്നില്ലേ. ലിറ്റർ വരുമ്പോഴത്തേക്കിനും പൊതുവേ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമല്ലോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയത്തിൽ വ്യത്യാസം വരും. അങ്ങനെ കൊടുക്കാം. ഇവിടെ നോക്കിയാൽ കിലോഗ്രാമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതില്ലേ നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, യു ആർ പ്രൊവൈഡഡ് വിത്ത് 1 molar NaOH സൊല്യൂഷൻ. ഹൗ മെനി വോളിയംസ് ഓഫ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ 1 liter ഓഫ് 0.2 molar NaOH സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ മൊളാരിറ്റി വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ കയ്യിൽ 1 molar NaOH സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഹൗ മെനി വോളിയംസ് ഓഫ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ 1 liter ഓഫ് 0.2 molar NaOH സൊല്യൂഷൻ. 0.2 molar ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള വോളിയം എന്ന് പറയുന്നത് 1 liter ആണെന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു 0.2 വരണം. ആദ്യം നമുക്ക് തന്നേക്കുന്നത് 1/1 ഇൻറ്റു എത്ര മോളെന്ന് നമുക്ക് തന്നിട്ടില്ല, മോള് തന്നിട്ടില്ല, ഡിവൈഡഡ് ബൈ എത്ര വോളിയം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം, ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 1 molar എന്നുണ്ട് അല്ലേ. ഓക്കെ, 1 molar ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്ര മോൾസ് ഉണ്ട് ഡിവൈഡഡ് ബൈ എത്ര വോളിയം നമുക്ക് ആവശ്യം വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം, ഈക്വൽ ടു എത്രയാണിത്, 1 molar ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ എത്ര വോളിയം നമുക്ക് വേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 liter ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് മോൾ എടുക്കുക, 1 liter ആയിരുന്നു എന്ന് നമ്മൾ കണക്കാക്കുക. എത്ര മോളുകളുണ്ട്, 1 molar സൊല്യൂഷനാണ് ആദ്യം തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എത്ര മോളുണ്ട് എന്ന് കണ്ടുപിടിക്കുക. 1 liter ആണെന്നല്ലേ നമ്മൾ എടുത്തത്, ഇപ്പോൾ 1 മോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു 1 molar എന്ന് പറയുന്നത് 0.2 ആക്കണമെങ്കിൽ ഈ ഒരു ഫോർമുല ഇങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് എത്ര ലിറ്റർ വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര ലിറ്റർ എടുക്കണം നമുക്ക് 0.2 NaOH സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. ആ ഉത്തരം കണ്ടുപിടിച്ചാൽ ഈ ഒരു 2 മാർക്ക് നമുക്ക് കിട്ടും. ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി, നമ്മൾ എക്സ്പ്ലെയിനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഓൾ കോണ്ടന്റ് നമ്പേഴ്സ്. എല്ലാ കോണ്ടന്റ് നമ്പറും നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദ 4 കോണ്ടന്റ് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോണ്ടന്റ് നമ്പേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പഠിച്ചപ്പോഴത്തേക്കിനും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നോക്കിയേ, വാട്ട് ആർ കോണ്ടന്റ് നമ്പേഴ്സ്, എക്സ്പ്ലെയിൻ 2 ഓഫ് ദം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ്, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, പിന്നെന്താ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, പിന്നുള്ളത് ഇലക്ട്രോൺ സ്പിൻ കോണ്ടന്റ് നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽ അല്ലെങ്കിൽ എന്താ പറയുക, ഇലക്ട്രോണിൻ്റെ ആ ഒരു സൈസ്, ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഇതിനെ നമ്മൾ 1, 2, 3 എന്നിങ്ങനെ എഴുതും അല്ലേ. പിന്നുള്ളത് ആംഗുലാർ മൊമെൻറ്റമാണ് അല്ലെങ്കിൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പറാണ്. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ മൊമെൻറ്റം കാണിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ -1 to 0 to +1 ഈ രീതിയിൽ കാണിക്കും. ഇങ്ങനെയുള്ളതാണ് എന്താണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. പിന്നുള്ളത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറാണ്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് സ്പേസിലുള്ള അതിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ച് പറയുന്ന ആളാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെന്താ, ഇലക്ട്രോൺ സ്പിന്നൊന്നുമില്ല, +1/2 to -1/2 ഇതിൽ രണ്ടിൽ ഏതെങ്കിലും കാണിക്കുന്നതാണ് സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കാണിക്കുള്ളൂ. അത് എന്തിനാണ് കാണിക്കുന്നത്, ഇലക്ട്രോണിൻ്റെ സ്പിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ 4 കോണ്ടന്റ് നമ്പറും എന്താണെന്ന് എഴുതുക, അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾക്ക് എഴുതുക. അത്ര എഴുതിയാൽ ഈ ഒരു 4 മാർക്ക് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ 4 കോണ്ടന്റ് നമ്പർ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് 4 എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് എഴുതിയാൽ മാത്രം മതി. നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലും അതേപോലെ തന്നെ ഗ്യാൻ മോഡൽ പഠിപ്പിച്ചപ്പോഴും ഒക്കെ ഞാനിത് പറഞ്ഞു പോയിട്ടുണ്ട്. കോണ്ടന്റ് നമ്പർ ഇനിയുള്ള എക്സാമിനാണെങ്കിലും കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചേക്കുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്പീഷ്യസ്. അപ്പോൾ കുറച്ചധികം ഇലക്ട്രോണുകളെ തന്നിട്ടുണ്ട് അല്ലേ, കുറച്ചധികം ആറ്റങ്ങളെ തന്നിട്ടുണ്ട്. അവരൊക്കെ അയോൺസ് ആയിട്ട് നിൽക്കുന്ന പരുവത്തിലുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കണേ. ഇത് നോക്കിയേ, നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ട് നൈട്രജന് പൊതുവെ 7 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നൈട്രജൻ പൊതുവെ 7 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നൈട്രജൻ എന്ത് ചെയ്തിട്ടുണ്ട്, -3 ആയിട്ടാണ് നിൽക്കണേ. അതായത് ഈ 7ൻ്റെ കൂടെ 3 എണ്ണവും കൂടെ വാങ്ങിച്ച് ഹൈഡ്രജൻ 10 ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ഓക്സിജൻ സാധാരണ 8 ആണ്. 2 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ച് 10 ആയിട്ടാണ് നിൽക്കുന്നത്. ഫ്ലൂറിൻ 9 ആണ്, പക്ഷെ ഒരെണ്ണം കൂടെ വാങ്ങിച്ച് 10 ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ സോഡിയം എന്ന് പറഞ്ഞാൽ 11 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ, 11 ഇലക്ട്രോൺ ഉണ്ട്.
ഇവിടെ ഒരെണ്ണത്തിന് വിട്ടുകൊടുത്തിട്ട് 10 ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അതിൻ്റെ ആറ്റോമിക് നമ്പർ അല്ലേ. ഇവിടെ +2 അല്ലേ, അതായത് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 10 ഇലക്ട്രോൺസ് തന്നെയാണ്. അലുമിനിയം 13 അതിൽ 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്, അപ്പോൾ 10 ഇലക്ട്രോൺസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇലക്ട്രോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇവരുടെ കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇവരൊക്കെ ഐസോ ഇലക്ട്രോണിക് ആണ്. അതായത് ഇലക്ട്രോണിൻ്റെ നമ്പർ സെയിം ആണ്. ഇനി അറേഞ്ച് ദം ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഓഫ് അയണിക് റേഡിയൈ. ഇവരുടെ അയണിക് റേഡിയയുടെ ഇൻക്രീസിങ് ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ കൂട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത ആൾക്കാർ, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആ അയോൺസിനെ കൂടുതൽ അകത്തേക്ക് വലിക്കുകയാണ് ചെയ്യുക അല്ലേ. ഉള്ള ഇലക്ട്രോൺസും കൂടെ പോയി, അപ്പോൾ ആ ഷെൽസിനെ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയുക ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്ട് ചെയ്യും. അതായത് ഈ അലുമിനിയത്തിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഗ്നീഷ്യത്തെയോ സോഡിയത്തോ എടുത്ത് നോക്കുകയാണെങ്കിൽ, അലുമിനിയത്തിനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെ പ്രോട്ടോണിനകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 13 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ 13 പോസിറ്റീവ് ചാർജിനെ ഇതിൻ്റെ ചുറ്റുപാടുള്ള 13 ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കുകയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് 3 ഇലക്ട്രോണിനെ നമ്മളങ്ങോട്ട് ഒഴിവാക്കി കഴിയുമ്പോൾ 13 പോസിറ്റീവ് ചാർജിന് അവിടെ മാറ്റില്ല. പക്ഷെ അതിൻ്റെ ചുറ്റും ആകെ എത്ര പേരേ ഉള്ളൂ? ആകെ 10 ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കാനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കാട്ടിലും സൈസ് കുറയില്ലേ ഇവർക്ക്? കുറയും. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്ന അയോൺസിനെല്ലാം അവരുടെ അയോണിക് റേഡിയൈ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി നെഗറ്റീവാണ് എന്ന് വിചാരിക്കുക. ഈ കൂട്ടത്തിൽ നമുക്ക് ആരെ നെഗറ്റീവ് ഉണ്ട്? നമ്മുടെ ഓക്സിജനും നൈട്രജനൊക്കെ നെഗറ്റീവാണ്. നൈട്രജൻ 7 ആണ് അല്ലേ. അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് 7 പ്രോട്ടോണുകളെ ആദ്യം 7 ഇലക്ട്രോണുകളെ തന്നെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നൈട്രജനകത്ത്. ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു 3 എണ്ണം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആകെ 7 പ്രോട്ടോണേ ഉള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല. അതിൻ്റെ ചുറ്റുപാടാകെ 10 ഇലക്ട്രോൺസിനെ ഉണ്ട് പിടിച്ചു വലിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വലിപ്പം എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഇൻക്രീസ് ആവും അല്ലേ, കുറച്ചും കൂടെ വലിപ്പം വരികയാണ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അയോണിക് റേഡിയൈ എന്തായിരിക്കും? കൂടിയായിരിക്കും വരിക. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എത്രമാത്രം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്ത് പോകാം. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും അയോണിക് റേഡിയൈ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം കുറവുള്ള ആളെ എഴുതണം. ഏറ്റവും കുറവുള്ള ആൾ എന്ന് പറയുന്നത് അലുമിനിയം 3+ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? കുറച്ചും കൂടെ കൂടുതൽ വരുന്നത് Mg2+ ആയിരിക്കും അല്ലേ, 2+ ആണ്. പിന്നെ എല്ലാം ഐസോ ഇലക്ട്രിക് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇലക്ട്രോൺസിൻ്റെ നമ്പർ വ്യത്യാസമൊന്നുമില്ല. അതായത് അപ്പോൾ ഇതിൻ്റെ അയൺസ് മാത്രം നമ്മൾ നോക്കിപ്പോയാൽ മതി. ഓക്കെ. അപ്പോൾ മഗ്നീഷ്യം 2+ ആണ്. അത് കഴിഞ്ഞാൽ Na+ ആണ് അല്ലേ. ഇത്രയും വരെ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഇവരെക്കാട്ടിൽ വലിയ ആൾക്കാരെ നമ്മൾ എഴുതി പോകണം അല്ലേ. അപ്പോൾ എന്തായി? ഫ്ലൂറിൻ ആകെ ഒരേ ഇലക്ട്രോണേ വാങ്ങിച്ചിട്ടുള്ളൂ. 9 പ്രോട്ടോൺസ് 10 പേരെ വലിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്ലൂറിൻ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ആര് വന്നു? ഓക്സിജൻ O2- വന്നു. പിന്നെ ആര് വന്നു? നൈട്രജൻ 3- വന്നു. ഓക്കെ, അതാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ സെറ്റാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ഡ്യൂ ടു വിച്ച് ദ അയണൈസേഷൻ എൻതാൽഫി ഓഫ് ദ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ടെൻഡ്സ് ടു ഡിക്രീസ് ഡൗൺ എ ഗ്രൂപ്പ്. അയണൈസേഷൻ എൻതാൽഫി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അയണൈസേഷൻ എൻതാൽഫി കുറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും അതിലെ റേഡിയസ് കൂടി വരുന്നു അല്ലേ. റേഡിയസ് കൂടി വരുന്നു. അയണൈസേഷൻ എൻതാൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇലക്ട്രോൺസിനെ, അതായത് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് പിടിച്ചു വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നൽകിയിട്ട് അതിനെ ഒരു അയോണാക്കി മാറ്റാൻ എന്തുമാത്രം എനർജി നമുക്ക് ആവശ്യമുണ്ടോ? അതാണ് അതിൻ്റെ അയണൈസേഷൻ എൻതാൽഫി എന്ന് പറയുന്നത്. അയോണാക്കി മാറ്റാൻ എന്തുമാത്രം എൻതാൽഫി ചേഞ്ച് ഉണ്ടോ അതാണ് അയണൈസേഷൻ എൻതാൽഫി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് സംഭവിക്കുന്നു? ആറ്റോമിക് റേഡിയസ് കൂടുന്നു, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇലക്ട്രോൺസിനെ വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? താരതമ്യേന കുറച്ച് എനർജി നമ്മൾ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അയണൈസേഷൻ എൻതാൽഫി കുറഞ്ഞു വരുന്നത്. ഇതവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ ഉത്തരമായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
ഓക്കെ, ഇനി VSEPR തിയറി വെച്ചിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കണേ. എന്താ ആദ്യത്തെ അതേ തന്നെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബോണ്ട് പെയർ 2 ആണ്, നമ്പർ ഓഫ് ലോൺ പെയർ 2 ആണ്. അതുകൊണ്ട് തന്നെ അത് V ഷേപ്പ് കാണിക്കും. 104.5 ആയിരിക്കും അതിൻ്റെ ആ ഒരു റേഡിയസ് അല്ലെ ആ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് CH4 തന്നിട്ടുണ്ട്, CH4 മീഥേൻ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ കാർബൺ ഉണ്ട്, അതിൻ്റെ ചുറ്റുപാട് 4 ഹൈഡ്രജനാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് മീഥേൻ ഉണ്ടാവുക. അപ്പോൾ 4 ബോണ്ട് പെയറുകളുണ്ട്. ഇവിടെ ലോൺ പെയർ എന്തെങ്കിലും ഉണ്ടോ? പൈ ബോണ്ട് സാധനങ്ങളൊന്നും ഇല്ല അല്ലേ. അതുകൊണ്ടത് ലോൺ പെയർ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നു? ലോൺ പെയർ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 വന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇത്? ടെട്രാഹെഡ്രൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക. ടെട്രാഹെഡ്രൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ടെട്രാഹെഡ്രലിൻ്റെ ആംഗിളായിട്ടുള്ള 109 പോയിൻറ്റ് എന്നുള്ള ഒരു ആംഗിൾ അവർ കാണിക്കും. അപ്പോൾ ഈ VSEPR തിയറി വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി എന്താ തന്നിരിക്കുന്നത്? NH3 തന്നിട്ടുണ്ട്. NH3 എന്ന് പറയുമ്പോൾ നൈട്രജൻ്റെ ചുറ്റുപാട് 3 ഹൈഡ്രജനേ ഉള്ളൂ. 3 ഹൈഡ്രജൻ, അപ്പോൾ 3 ബോണ്ട് പെയർ. അപ്പോൾ 3 ഹൈഡ്രജൻ ഉണ്ട്. NH3യുടെ പ്രത്യേകത നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. BF3യും NH3യും വെച്ചിട്ട് നമ്മൾ പഠിക്കും. എന്താണ്? ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട് എന്ന് പഠിക്കും അല്ലേ. അപ്പോൾ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ ഷേപ്പായിട്ട് മാറും. പിരമിഡൽ ഇതല്ലേ, ഈ മാത്രമല്ലേ ഷേപ്പ് ഉള്ളൂ, പിരമിഡൽ ഷേപ്പായിട്ട് മാറും. അപ്പോൾ ഈ ലോൺ പെയർ ടു ബോണ്ട് പെയർ അട്രാക്ഷൻ കുറച്ചും കൂടെ എന്താ പറയുക, റിപ്പൽഷൻ കുറച്ചും കൂടെ കൂടുതലായതുകൊണ്ട് ഈ ബോണ്ട് കുറച്ചും കൂടെ ടെൻ ടു ദിസ് സൈഡ്, ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോണ്ട് ആംഗിളിലും വ്യത്യാസം വരും. 107 സംതിങ് ബോണ്ട് ആംഗിൾ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവം പഠിച്ചു വെച്ചേക്കുക. VSEPRൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ നമുക്ക്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പും പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ലെ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ. ലെ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ, ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു റീഗെയിൻ ഇറ്റ്സ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നുള്ളതാണ് ലെ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ. അതായത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊരു കോൺസെൻട്രേഷനിലോ പ്രഷറിലോ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ലെ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എഫക്റ്റിനെ എത്രയും പെട്ടെന്ന് നള്ളിഫൈ ചെയ്യും. അവർ വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ലെ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ. ഓക്കെ, അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ഈസിയാണ്. അടുത്തത് എന്താണ്? ഹേബർ പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് NH3 അമോണിയ ഉണ്ടാവുന്ന റിയാക്ഷൻ തന്നിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രഷറിലും ടെമ്പറേച്ചറിലും വ്യത്യാസം വരുത്തുക, കോൺസെൻട്രേഷനിലും വ്യത്യാസം വരുത്തിയാൽ എന്തൊക്കെ വ്യത്യാസം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ഗ്യാൻ മോഡലിൽ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ഏത് ഭാഗത്തേക്കാണ് ഉണ്ടാവുക? പ്രഷർ ചേഞ്ചിൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതേപോലെ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും അതേപോലെ തന്നെ കോൺസെൻട്രേഷനും ചോദിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ നമുക്ക് ഈസിയാണ്. നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ പ്രൊഡക്റ്റ് സൈഡിൽ അമോണിയ കൂടും. ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലും അമോണിയ കൂടും. അമോണിയയുടെ കോൺസെൻട്രേഷനാണ് കൂടുന്നതെങ്കിൽ റിയാക്ടൻസ് കൂടും അല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. അത്രേ ഉള്ളൂ. ഇനി ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണിത്. അതായത് ഓൾറെഡി ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നല്ല ചൂടങ്ങോട്ട് കൊടുത്താലോ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് സിസ്റ്റത്തിന് എത്രയും പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് എവിടെയാണോ ഹീറ്റ് വലിച്ചെടുക്കുന്നത് ആ റിയാക്ഷൻ നടക്കും. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും അല്ലേ. നമുക്ക് ഫോർവേഡ് റിയാക്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ കൊടുക്കുക. ടെമ്പറേച്ചർ അധികം കൊടുക്കാതിരിക്കുക. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി മാത്രം, ആ ഒരു ടെമ്പറേച്ചർ മാത്രം നമ്മൾ കൊടുത്തു പോവുക അല്ലേ. അതാണ് ഹേബർ പ്രോസസ്സിൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സോതെർമിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി അടുത്തത് പ്രഷറിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഏത് ഭാഗത്താണോ നമ്പർ ഓഫ് മോൾസ് കുറവ് ആ ഭാഗത്തേക്ക് റിയാക്ഷൻ സംഭവിക്കും അല്ലേ. പ്രഷർ കൂടി കഴിയുമ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 3, 1, 4 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 2 ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രഷറിൽ വ്യത്യാസം എന്താ പറയുക? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ഫേവർ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ വിച്ച് ഹാസ് ഫ്യൂവർ മോളിക്യൂൾസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ഹേബർ പ്രോസസ്സ്. നമ്മൾ പ്രഷർ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ ഫ്യൂവർ മോളിക്യൂൾസ് ആ ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഇവിടെ നോക്കിയേ 4 മോളുണ്ട്. നൈട്രജൻ്റെ 1 ഹൈഡ്രജൻ്റെ 3 കൂടെ 4 ഉണ്ട്. ഇവിടെ നോക്കിയേ അമോണിയ 2 ഉള്ളൂ. അപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കുന്നു. ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. പ്രഷറുകൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇതാണ് നമ്മളതിൽ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഹേബർ പ്രോസസ്സിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ആ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഒരു എമൗണ്ടും കൂടെ എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലത്. ഇവിടെ എക്സ്പ്ലെയിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 3 മാർക്കിന് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇന്ന് +1 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഗ്യാൻ മോഡലിൽ പഠിപ്പിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ട ആൾക്കാർക്ക് എക്സാം കുറച്ചും കൂടെ ഫേവറബിൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്